അംഖയുടെ പ്രധാനപ്പെട്ട റിഫൈനറിയിൽ ഇറാൻ മിസൈലിട്ടു എന്നാണ് ആകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തയിൽ മൊസാദിൻ്റെ ഏതാനും ചാരന്മാരെ ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരാണിത് തീ കൊടുത്തത് എന്നാണ് ഇപ്പോൾ വിവരം വരുന്നത്. അതാണ് ജൂതൻ. ഒപ്പം നിന്ന് തോളിൽ നിന്ന് ചെവി തിന്നുകൊണ്ടിരിക്കും. ഒപ്പം നിന്ന് ഈ പെട്രോളിയം സംഗതിയുടെ റിഫൈനറിക്ക് തീ കൊടുത്തു എന്നാണ് പറയണത്. ഇറാൻ നേരത്തെ നിഷേധിക്കുന്നുണ്ട്. ഞാൻ ഇറാനെ ന്യായീകരിക്കേണ്ട ആളൊന്നുമല്ല. ഇറാനെ ന്യായീകരിക്കാൻ ഒരിക്കലും തയ്യാറുമല്ല. പക്ഷേ വസ്തുതകളോട് നമ്മൾ പ്രതികരിക്കണ്ടേ? അവർ നേരത്തെ പറയുന്നുണ്ട് ഞങ്ങൾ റിഫൈനറിക്ക് ബോംബിട്ടിട്ടില്ല എന്ന്. ഇപ്പം അതിന് തീ കൊടുത്തവരെന്ന രീതിയിൽ സംശയിക്കപ്പെടുന്ന മൊസാദിൻ്റെ ചാരന്മാരെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാലോ അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച്. അയാൾ എത്രമാത്രം ജൂതന്മാരെയാണ് കൊന്നത്. ഗ്യാസ് ചേമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞൊരു കാര്യം കൂടി ഈ സമയത്ത് പ്രസക്തമാണ്. അയാൾ പറഞ്ഞു എല്ലാവരെയും ഞാൻ കൊല്ലൂല, കുറച്ചാളെ ബാക്കി വെക്കും. എന്തിനാ കുറച്ചാളെ ഞാൻ ശേഷിപ്പിക്കുന്നത്? എന്തിനായിരുന്നു ജൂതന്മാരെ ഞാൻ ആട്ടിപ്പിടിച്ച് വേട്ടയാടി കൊന്നത് എന്ന് പിൽക്കാലത്ത് സമൂഹങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അതിന്ന് ലോകം മനസ്സിലാക്കുന്നു. ഞാൻ മൊത്തം ജൂതന്മാരെ കൊല്ലൂല, കുറച്ചെണ്ണത്തിനെ ബാക്കി വെക്കും. ഒരു സാമ്പിൾ, കുറച്ചെണ്ണം. എന്തിനാ കുറച്ചെണ്ണത്തിനെ ബാക്കി വെക്കുന്നത്? അയാൾ വ്യക്തമായി അത് പറഞ്ഞു. ഞാൻ അയാളുടെ ചെയ്തിയെ ന്യായീകരിക്കുന്നല്ല. പക്ഷെ അയാളുടെ സൂക്ഷ്മമായ ആ ദീർഘവീക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴൊന്ന് ചിന്തിക്കാതെ വയ്യ. എന്തിനായിരുന്നു ഞാൻ ജൂത സമൂഹത്തെ മൊത്തം ആട്ടിപ്പിടിച്ച് കൊന്നുകളഞ്ഞത് എന്ന് പിൽക്കാലത്ത് എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് ആളുകളെ ഉപേക്ഷിച്ചിട്ടു. അവരാണ് ഇന്ന് ലോകത്തെ ധാർമ്മികത എന്ന് പറയുന്ന സംഗതി ലവലേശം തൊട്ട് തീണ്ടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഐൻസ്റ്റീൻ പഹലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ അതായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച. ലോകത്ത് നിയന്ത്രണം നടത്തുന്ന എല്ലാ നേതാക്കളെയും പിടിച്ചു കൊണ്ടുപോയി പ്രത്യേകമായ ഒരു ദ്വീപിൽ കൊണ്ടുചെന്ന് ചെറിയ പെൺകുട്ടികളെ കാഴ്ചവെച്ച് അവരുടെ വികാരങ്ങളെ 100% മിസ്യൂസ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ കൊന്നു പൊരിച്ചു കൊടുത്ത് ഇത് മൊത്തം വീഡിയോ പിടിപ്പിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രക്ക് നിങ്ങളുടെ രാജ്യത്തൂടെ കടന്നു പോകൂലെങ്കിൽ ഞാനിത് പുറത്തുവിടും. ഇങ്ങനെയാണോ മതം പ്രചരിപ്പിക്കൽ? നമ്മുടെ നാട്ടിലൊക്കെയുള്ള വലിയൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജൂതമതത്തിൻ്റെ പ്രശ്നമായിട്ടല്ല മനസ്സിലാക്കുന്നത്, ആ ചങ്ങാതിയുടെ മാത്രം പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും നാട്ടുംപുറത്തുകാരത്ത് ഇസ്ലാമിനെ കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ലാത്ത ഒരു നൗഷാദ് എന്ന് പറയുന്ന മുസ്ലിം പേരുള്ളവൻ നായക്കുട്ടിയെ കാറിൽ വെച്ച് കെട്ടിവലിച്ച റിപ്പോർട്ട് പുറത്തു വന്നാൽ വലിയ വലിയ ചങ്ങാതിമാർ മൊത്തം പ്രഭാഷണമായിട്ട് ഇറങ്ങും. രവിചന്ദ്രൻ സീനെ പോലുള്ളവർ പോലും. ഈ നാസ്തിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് അയാൾ പോലും പ്രസംഗമായിട്ട് ഇറങ്ങും. എന്തുകൊണ്ട് നൗഷാദിന് പട്ടിയെ കാറിൽ വെച്ച് വലിക്കാൻ തോന്നി? ഇസ്ലാം അവൻ്റെ തലച്ചോറിൽ സോഫ്റ്റ്വെയർ ആഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് എന്നാണ്. ഇസ്ലാമിക ലോകത്ത് പട്ടിയെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു ജീവിയെ അകാരണമായി ഉപദ്രവിക്കാൻ ഏതെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ കഷ്ണം പറയുന്നുണ്ടോ? നമ്മളത് മനസ്സിലാക്കണ്ടേ. പട്ടിക്ക് വെള്ളം കൊടുത്ത വേശ്യ രക്ഷപ്പെട്ടതിനെ കുറിച്ച് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എല്ലാ തെറ്റുമായി നടക്കുന്ന ഒരു മനുഷ്യൻ പട്ടി ദാഹാർത്തനായിട്ട് ഇങ്ങനെ നാക്കും പുറത്തിട്ട് വെള്ളത്തിൻ്റെ കുളനിറിന് ചുറ്റും ഓടിക്കളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ താഴെ ഇറങ്ങിയിട്ട് തൻ്റെ ഷൂവിൽ വെള്ളം കോരിയിട്ട് കടിച്ചു പിടിച്ച് മേലെ കയറി വന്ന് പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗം പ്രാപിച്ചുവെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിൽക്കാലത്തൊക്കെയുള്ള ചരിത്രം എന്താണ്? നിസ്കാരം നടത്താത്ത ഒരാൾക്കാണോ പട്ടിക്കാണോ വെള്ളം കൊടുക്കേണ്ടത്? പട്ടിക്കാണ്, ഈ ചങ്ങാതിക്കല്ല. സൂഫി ചക്രവാളത്തിലെ ഉന്നത മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 40 ദിവസമാണ് മാറി നിന്നത് ക്യാൻസർ പിടിച്ചൊരു പട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ, എന്തേ നിങ്ങൾക്ക് സുഖല്ലേ എന്ന്. ഒരു പട്ടി വ്രണം പിടിച്ച് നടക്കുമ്പോൾ ഈ പട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം ദൂരെ ഒരു ഷെഡും കെട്ടിയിട്ട് പട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി അന്നം കൊടുത്ത് നല്ല കുട്ടപ്പനായി സുന്ദരനായി പട്ടിയെ പുറത്തുവിടുന്ന സമയത്ത് റിഫായി ഷെയ്ഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, 40 ദിവസം വലിയ പണ്ഡിതൻ, കുറേ ശിഷ്യന്മാരുടെ ആൾ, പ്രഭാഷണം നടത്തേണ്ടയാൾ, ഈ പട്ടിയുടെ സേവനവുമായിട്ട് കഴിയാണെന്ന് അദ്ദേഹത്തോട് വിമർശനം നടത്തുന്നുണ്ട്. മഹാനുഭാവൻ മറുപടി പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് റബ്ബനോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. മഹാനായ താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്കാലം
പിതാവാവുന്ന തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു ഒരു പട്ടിക്കുഞ്ഞിനെ ഇദ്ദേഹം ഇബ്നുൽ കൽബ് എന്ന് വിളിക്കുന്നത് കേൾക്കുന്നു. ഇബ്നുൽ കൽബ്, ഗോഡിന്റെ മോനേന്ന്, ഡോഗിന്റെ മോനേന്നല്ലേ, അങ്ങനെ വിളിക്കുന്നത് കേൾക്കുന്നു. സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അതൊരു ഒരു മോശം കെട്ട പ്രയോഗമല്ലേ അത്, പട്ടിയുടെ മോനെ എന്ന് വിളിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇദ്ദേഹം വിളിച്ചത് പട്ടിക്കുട്ടിനെ തന്നെയാണ്. പിതാവ് ഇടപെടുന്നു, അങ്ങനെ വിളിക്കാൻ പാടില്ല. ചെറിയ ആ കുട്ടിയായിരിക്കുന്ന സുബ്കി ഇമാം തിരിച്ചു ചോദിക്കുന്നു, ഞാൻ വിളിച്ചത് ശരിയല്ലേ, അതൊരു നായയുടെ മോൻ തന്നെയല്ലേ? പിതാവ് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്, നീ വിളിച്ചത് ശരിയാണ്, അടിസ്ഥാനപരമായി അതൊരു നായയുടെ കുട്ടിയാണ്. പക്ഷേ നായയുടെ മോനേന്ന് വിളിക്കുന്നത് ഒരാക്ഷേപ സ്വരമാണ്, അതുകൊണ്ട് വിളിക്കാൻ പാടില്ല എന്ന്. ഇസ്ലാം തലച്ചോറിൽ നേരാവണ്ണം സോഫ്റ്റ്വെയർ ആഡ് ചെയ്തതിൻ്റെ ഗുണാണിത്. എന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രഭാഷണം നടത്തുക, ഇത് ഇസ്ലാമിൻ്റെ തകരാറാന്നും പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ വേറെ ചില പട്ടിക്കഥകളുണ്ടായി. ഒരു മുസ്ലിമാവുന്ന സഹോദരിയുടെ മുന്നിലേക്ക് വായയിൽ എല്ല് കുടുങ്ങിയ ഒരു പട്ടി വന്നു. അവരടുക്കളയിൽ ഉപയോഗിക്കുന്ന നീണ്ട ഈ സ്പൂണിൻ്റെ 2 ഭാഗം എടുത്തിട്ടാണ് പതിയെ എല്ലെടുത്ത് പുറത്ത് കളഞ്ഞത്. ആ പട്ടി എല്ലാ ദിവസവും അവരെ കാണാൻ പോയ കഥയൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചു. ഏതെങ്കിലും ഒരു യുക്തിവാദി നേതാവ് ആ പെൺകുട്ടിയുടെ തലയിൽ ഇസ്ലാം സോഫ്റ്റ്വെയർ ആഡ് ചെയ്തതുകൊണ്ടായിരുന്നു അവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് കിട്ടുമ്പോഴേക്ക് വേഗം വീഡിയോ ആയിട്ട് ഇറങ്ങുന്ന എത്രയെത്ര എക്സുകളുണ്ട്, ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഇസ്ലാം തലച്ചോറിൽ കയറിയത് കൊണ്ടാണ് ഈ ജീവിയോട് കാരുണ്യം കാണിക്കാൻ ആ മുസ്ലിമാകുന്ന സഹോദരിക്ക് സാധിച്ചത് എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇല്ല. അപ്പം മുസ്ലിമാകുന്ന നൗഷാദ് എന്നെ പേരുള്ള മറ്റൊരാളാണ് വെള്ളപ്പൊക്കമുണ്ടായ കാലത്ത് തൻ്റെ ടെക്സ്റ്റൈൽസിൽ 1 or 10 തുണിത്തരങ്ങളല്ല മുഴുവൻ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദാനം ചെയ്തത്. 1, 2 അല്ല, ആ മനുഷ്യൻ്റെ ജീവിത വൃത്തിയുടെ മാർഗമാണത്. ആ ടെക്സ്റ്റൈൽസിലുള്ള മൊത്തം ഡ്രസ്സുകൾ അദ്ദേഹം അന്ന് ഫ്ലഡ് ഉണ്ടായ കാലത്ത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ടവന്മാർക്ക് ദാനം ചെയ്തു. ഏതെങ്കിലും എക്സുകൾ ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വതക്കയെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും സാമൂഹിക ബന്ധത്തെക്കുറിച്ചും ഇസ്ലാമിക സോഫ്റ്റ്വെയർ ആഡ് ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെയാണ് ഈ എംസ്റ്റീം ഫയലിലും സംഭവിച്ചത്. ജൂതമതത്തിൻ്റെ നിലനിൽപ്പിനും ഇസ്രായേലിൻ്റെ പ്രചാരണത്തിനും വേണ്ടി ലോകത്തെ സ്വാധീനിച്ച ഒട്ടുമിക്ക മനുഷ്യരെയും ഞാൻ ഓരോരുത്തരെ എണ്ണി പറയുന്നില്ല, ജോർജ് W. ബുഷ് മുതൽ തീരെ നടക്കാൻ വയ്യാത്ത, കിടക്കാൻ വയ്യാത്ത 16 നഴ്സുമാർ എല്ലാ സമയത്തും ഒരേ സമയത്ത് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈയിടെ ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആവുന്ന സ്റ്റീഫൻ W. ഹോക്കിംഗ് വരെയും ഈ ഫയലിലുണ്ട്. അദ്ദേഹത്തിന് തീരെ വയ്യ, തളർവാദം പിടിച്ചിട്ട് കിടക്കുക. എങ്ങനെയാണ് അദ്ദേഹം? 4 വർഷം മുന്നേ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കമ്പ്യൂട്ടറിൽ, അദ്ദേഹത്തിൻ്റെ ഈ വീൽ ചെയറിൽ ഘടിപ്പിച്ച പ്രത്യേക കമ്പ്യൂട്ടറിലാണ് പ്രത്യക്ഷപ്പെടുക. വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ഈ ഖഗോളങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തെ പോലും അദ്ദേഹം തിരുത്തുമെന്ന് ശാസ്ത്രലോകം കൗതുകപൂർവം പ്രതീക്ഷിച്ചിരുന്നു. അത്രക്കും മിടുമിടുക്കനായിരുന്നു അയാൾ. അദ്ദേഹത്തിൻ്റെതാണ് ഈ ബ്ലാക്ക് ഹോൾ തിയറി എന്ന് പറയുന്ന ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തമോഗർത്ത സിദ്ധാന്തം. ആ സയൻറ്റിസ്റ്റ് പോലും ഇദ്ദേഹത്തിൻ്റെ ഫയലുകളിലുണ്ട്. കാണാൻ പാടില്ലാത്ത വിധം അർദ്ധനഗ്നകളാവുന്ന സ്ത്രീകളോട് ഒട്ടിച്ചേർന്നിട്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട്. 1, 2 അല്ല, 30 ലക്ഷം ഫയലുകൾ. ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തത് ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരാളത് ഇസ്രായേലിൻ്റെ പ്രചാരണത്തിന് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചോ? ഇല്ല. അയാളുടെ ഒരു കുസൃതി മാത്രമായിട്ട് ഒതുക്കി നിർത്തി. ഈ ഇരട്ടത്താപ്പിൻ്റെ പേരാണ് ആധുനിക ലോകം എന്ന്. അവിടെയാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാമിന് ആത്മാഭിമാനമായി പിന്നെയും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത്. അല്ലാതെ ഇരിക്കാൻ നമുക്ക് സാധ്യമാണോ? മതത്തെ പഠിക്കുന്ന ഒരാൾക്ക് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം. ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ എത്രമേൽ സുദൃഢമാണ്, എത്രമേൽ ബുദ്ധിപൂർവമാണ്. ഒന്നാമതായി പടച്ച റബ്ബിനെ വിശ്വസിക്കാൻ ഇസ്ലാം പേർത്തും കൽപ്പിക്കുന്നു. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടെന്ന്, പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ടെന്ന് മതം മനുഷ്യനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതില്ലാതെ പ്രപഞ്ചം സാധ്യമല്ലെന്ന് നമുക്കൊക്കെ ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ആധുനിക പ്രപഞ്ചം രൂപപ്പെടുന്നത്?
നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തലേ ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, 1382 കോടി വർഷം മുന്നേ ബിഗ് ബാങ്ക് സംഭവിച്ചു എന്നാണ്. ഒട്ടുമിക്ക സയൻറ്റിസ്റ്റുകളും ഇന്ന് അതാണ് അംഗീകരിക്കുന്നത്. പണ്ടൊരു വിശ്വാസം കൂടെ ഉണ്ടായിരുന്നു, സ്റ്റഡി സ്റ്റേറ്റ് തിയറി, എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളത്. അത് ഇന്ന് ആരുമേ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? 1929 എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷത്തിലുള്ള നോബൽ സമ്മാനത്തിലൊന്ന് ആ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് സ്പീഡ് കൂടി എന്നുള്ള കണ്ടെത്തലായിരുന്നു 2 സയൻറ്റിസ്റ്റുമാർക്ക്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂമി ഇങ്ങനെ വികസിക്കുക എന്നല്ല, ഈ ഗാലക്സികളും നെപ്റ്റൂണുകളും ഗ്രഹങ്ങളും താരാപഥങ്ങളും ഒക്കെ ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വികസനത്തിൻ്റെ അവസാന പോയിൻ്റാണ് ലോകത്തിൻ്റെ സർവനാശം. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതൊരു വസ്തുവും വികസിച്ചാൽ അതിനൊരു പരിധി ഉണ്ടാകും. നമ്മളൊരു ബലൂൺ എടുത്തിട്ട് കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നു, അത് വലുതായി വരും. അതിലുള്ള അക്ഷരങ്ങളൊക്കെ അങ്ങനെ ദൂരെ പോയിക്കൊണ്ടേയിരിക്കും. SSF സിന്ദാബാദ് നബിദിനാഘോഷം, SSFൻ്റെ നബിദിനാഘോഷം അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ബലൂണുമേ. എസ്സും എഫും അടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് കാറ്ററിക്കുന്നതനുസരിച്ച് ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന വികാസത്തിൻ്റെ ഒരു ഉദാഹരണം. ഭൂമിയും അതിൻ്റെ അനുബന്ധങ്ങളാവുന്ന സംഗതികളൊക്കെ അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക. ഭൂമി അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വികാസം വരുത്തുന്നു എന്നല്ല, അതങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. വികാസം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെയും നമ്മളതിലേക്ക് കാറ്റ് നിറച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പൊട്ടിത്തെറി ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ ആ പൊട്ടിത്തെറിയെക്കുറിച്ച് നിരവധി ഇടങ്ങളിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യ കലുഷിതമാണ്, ബോംബറുകൾ ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും മിസൈൽ വീഴാമെന്ന അവസ്ഥയിൽ ജനങ്ങൾ ഭീതിതരാണ്. നമ്മുടെയൊക്കെ സ്വന്തക്കാരും ബന്ധുക്കളും ദീനീ പ്രവർത്തകരും നിരവധിയായി ആ മേഖലകളിൽ ജോലി ചെയ്യുന്നു, താമസിക്കുന്നു. എല്ലാവരുടെയും കാര്യത്തിൽ വളരെ കൗതുകത്തോടുകൂടെ, ആശങ്കയോടുകൂടെ വിശ്വാസി സമൂഹം ഹൃദയം നൊന്ത് കഴിയുന്ന ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയാണെന്ന് വിശ്വാസികളാവുന്ന നമ്മളെല്ലാവരും തിരിച്ചറിയുക.